ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയ ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. വൈകുന്നേരം ചായക്കൊപ്പമോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോയ ഫ്രൈ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ സോയ ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് 2 കപ്പ് സോയ ചങ്ക്സ് ഒരു ബോളിലേക്ക് ചേർക്കാം. അത്യാവശ്യം വലിയ സോയ ചങ്ക്സാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന് നല്ലതുപോലെ ചൂടുണ്ടായിരിക്കണം. ഈ ഒരു സമയം തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉപ്പ് ചേർത്താൽ മാത്രമേ നമ്മുടെ സോയ ചങ്ക്സിൽ കുറച്ചെങ്കിലും ഉപ്പൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ടാവും. നല്ലതുപോലെ ഇതൊന്ന് സോഫ്റ്റായി കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒന്ന് ഡബിൾ സൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്, ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളം ഒരു 2-3 തവണ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ 2-3 തവണ നമ്മൾ പച്ചവെള്ളം ചേർത്ത് നമ്മളിത് പിഴിഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സോയ ചങ്ക്സിൽ ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവില്ലേ, ചിലർക്കെങ്കിലും ആ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് അത് മാറാനായിട്ട് 2-3 തവണ വെള്ളം ചേർത്തൊന്ന് കഴുകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് തന്നെ 2-3 വെള്ളത്തിലൊന്നും കഴുകി എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു മസാല കൂട്ടി ഇതിന് വേണ്ടി ആവശ്യമായിട്ടുണ്ട്. ആദ്യം നമുക്ക് ബോളിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്, നല്ലൊരു കളർ കൊടുക്കും. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും, അതിൽ കൂടുതൽ ചേർക്കരുത്. കൂടെ വേണ്ടത് കുരുമുളക് പൊടിച്ചതാണ്, 1 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചേർക്കാം നമുക്ക്. ഇതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. ഇതിനോടൊപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഇച്ചിരി പുളി കുറഞ്ഞിട്ടുള്ള തൈര് വേണം കേട്ടോ എടുക്കാനായിട്ട്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി വേണ്ടത് ടൊമാറ്റോ സോസാണ്, 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ചേർക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു കോട്ടിങ്ങും നമുക്കുണ്ടാവും. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടിയും കൂടി ചേർക്കാം, വറുത്ത പച്ചരിപ്പൊടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കാതിരിക്കേണ്ട, പകരം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അരിപ്പൊടി ചേർത്തിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ മസാലയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. നമ്മുടെ സോയ ചങ്ക്സ് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുമ്പോഴത്തേക്കും ഒരല്പം മാത്രമേ അതിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ഇതിൽ വേണം ചേർക്കാനായിട്ട്. ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ്. വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് കട്ടിയാകണ്ട, തീരെ ലൂസായി പോകണ്ട, ഈ ഒരു രീതിക്ക് മാത്രം നമ്മളൊന്ന് മസാല യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ചേർക്കാം. നമ്മുടെ ഈ സോയ ചങ്ക്സ് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ മസാല എല്ലാം സോയ ചങ്ക്സിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം, ആ ഒരു രീതിക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ നമ്മുടെ സോയ ചങ്ക്സിലേക്ക് നന്നായിട്ട് തന്നെ മസാല എല്ലാം ഒന്ന് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത്രയും സമയം കൊണ്ട് നമ്മുടെ മസാല കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മുടെ സോയ ചങ്ക്സിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ അത്രയും സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ചൂടാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും തയ്യാറാക്കിയതിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ്. എണ്ണ ഒന്ന് നല്ല രീതിക്ക് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഓരോ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. സോയ ചങ്ക്സ് എല്ലാം ചേർത്തിട്ട് ഉടനെ തന്നെ ഇളക്കാൻ വേണ്ടി നിൽക്കേണ്ട, ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതാ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊന്ന് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങണം കേട്ടോ. അപ്പോൾ വേണം നമ്മളിത് എടുക്കാനായിട്ട്. ലാസ്റ്റിൽ നമുക്കിതിലേക്ക് 2 പച്ചമുളകും ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതോടെ തന്നെ ഇതെടുക്കാവുന്നതാണ്. ബാക്കിയുള്ള സോയ ചങ്ക്സും നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം ചെറുതായിട്ട് ഹാർഡും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ചായക്കൊപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പുറത്ത് ഒരല്പം നാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതല്ല നമുക്ക് ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും കൂടെയൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ടാണ് ഇത് എടുക്കേണ്ടതെങ്കിൽ ഇനി ചെറിയൊരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട്. മറ്റൊരു കടായി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയില്ലേ ആ ഒരു എണ്ണ ഒരല്പം ചേർക്കാം. 1-2 ടീസ്പൂൺ അളവിൽ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പേസ്റ്റ് ചേർക്കരുത്, ഇതുപോലെ അരിഞ്ഞ് തന്നെ ചേർക്കണം. ഇനി ഇത് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നല്ല രീതിക്ക് ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. 1 ടീസ്പൂൺ സോയ സോസും കൂടി. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർക്കാവുന്നതാണ്. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂടി പോകണ്ട. ഇനി നമ്മുടെ ഈ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതുപോലെ നന്നായിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. സോയ ചങ്ക്സും ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫൈനലി ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഇതുപോലെ ഈ 2 രീതിക്ക് നിങ്ങളും ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.